ഉന്നതം എന്നത് അഡ്വക്കേറ്റ് കെ സെൽകുമാർ ഏത് ലെവൽ വരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. കേസിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ KV കുഞ്ഞിരാമനാണല്ലോ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠനാണല്ലോ. ഇവരടക്കമാണല്ലോ പ്രതികളായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പങ്ക് ഇന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പങ്കിനെയാണോ താങ്കൾ ചുരുക്കി കാണുന്നത്? ഉന്നത ഗൂഢാലോചന എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ തലത്തിൽ നടത്തുന്ന ഗൂഢാലോചന എന്നവർ ആരോപിക്കുന്നില്ല. CPM നേതൃത്വം, അവിടുത്തെ നേതൃത്വത്തെ തന്നെയാണ് സംശയത്തിന് നിഴലാക്കുന്നത്. നേരത്തെ ഈ 2 പേരും, കൊല്ലപ്പെട്ട 2 പേരും കേസിലെ പ്രതികളാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അവരുടെ ഫോട്ടോ അടക്കം ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് ഇവരെ വെറുതെ വിടരുത് എന്നടക്കമുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കുടുംബം അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അരുൺകുമാർ, ഏറ്റവും പ്രധാനം ഇരകളുടെ ആവശ്യമാണല്ലോ. അവർക്ക് വിശ്വാസമുള്ള ഒരു അന്വേഷണ സംഘത്തെ അന്വേഷണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊരു ആവശ്യം അവർ CBI അന്വേഷണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ കോടികൾ ചെലവിട്ട് സർക്കാർ പോകുമ്പോൾ അതിൽ സർക്കാരിന് താല്പര്യം എന്താണ്? 2 ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഉന്നത നേതൃത്വം എന്ന് പറയുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLA-യുമായിട്ടുള്ള നേതാവിനെ ഇപ്പോൾ കുറ്റക്കാരനെന്നായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗത്തെ കണ്ടിട്ടുണ്ടല്ലോ. താങ്കൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ 2 തരത്തിലുള്ള ഗൂഢാലോചനയാണ് കുറ്റപത്രത്തിൽ ഉന്നയിക്കപ്പെട്ടത്. ഒന്ന്, ഈ കൃത്യം നടത്താനുള്ള ഗൂഢാലോചന. 2, CBI കണ്ടെത്തിയ 225 വകുപ്പ് പ്രകാരം ഈ കേസിലെ 2ാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന. ഈ 2 ഗൂഢാലോചനയും ഈ പറഞ്ഞ നേതാക്കന്മാർക്കെതിരെ ഫൈൻഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൽ ആ ഒരൊറ്റ വാചകം ഞാൻ വായിക്കാം. ആദ്യ ചർച്ചയിൽ ഞാനത് വായിച്ചതാണ്. അക്യൂസ് നമ്പർ 14, അത് മണികണ്ഠൻ. അക്യൂസ് നമ്പർ 20 to 22 are found guilty for the committed offence under section 225 IPC and they are convicted thereunder. Whereas accused number 14 is found not guilty for the offence under section 201, 212 and 120B and is acquitted for the said offence under section 235 CRPC. അതായത് ഇതിലെ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള കുറ്റം, അതുപോലെ കുറ്റവാളികളെ സംരക്ഷിച്ചു എന്നുള്ള കുറ്റം, ഇതിനായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റം എല്ലാ CPM നേതാക്കന്മാർക്കെതിരെയും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തി മെയിൻ ഒഫൻസിൽ നിന്നും അതുപോലെ കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒഫൻസിൽ നിന്നും ഗൂഢാലോചനയിൽ നിന്നെല്ലാം ഇവരെ രക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രചരിപ്പിച്ചത് എന്താ? പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഗൂഢാലോചന, അവിടെ യോഗം, ഇവിടെ യോഗം മറ്റു തരത്തിലാണ്. അന്ന് തന്നെ പാർട്ടി പറഞ്ഞിരുന്നു പാർട്ടി നേതൃത്വത്തിന് ഒരു ബന്ധവുമില്ല, പ്രാദേശികമായിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലയിൽ നടന്നു. ആ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചിതമായി വിമർശിച്ചു. ഒരു തരത്തിലും പാർട്ടി പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. അത്തരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ CBI വന്നപ്പോൾ ഒരു 10 പ്രതികളെ കൂട്ടിച്ചേർക്കാനും വേണ്ടി പലതരത്തിലുള്ള അന്വേഷണം നടത്തി. അതൊന്നും നിലനിൽക്കില്ലെന്നത് CBI കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി, ഒരു കുറ്റപത്രം സിംഗിൾ ബെഞ്ച് റദ്ദാക്കി കഴിഞ്ഞിട്ട് അത് CBI-ക്ക് വിട്ടാൽ പിന്നെ ലോക്കൽ പോലീസിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതായി. സംസ്ഥാന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ പിന്നെ നിലനിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു കുറ്റപത്രം റദ്ദാക്കുന്നത് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ പോകേണ്ടത് ഇവിടുത്തെ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കടമയാണ്. ഡിവിഷൻ ബെഞ്ചിൽ പോയില്ലായിരുന്നെങ്കിൽ ഈ കുറ്റപത്രം ഇന്ന് നിലനിൽക്കുമോ? അതായത് ഇപ്പോ 1 മുതൽ 8 വരെ പ്രതികളെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അതേ പ്രതികളെയാണ് ഫൗണ്ട് ചെയ്തത്, കുറ്റകൃത്യം കണ്ടെത്തിയിരിക്കുന്നത്. ആ കുറ്റപത്രം ഡിവിഷൻ ബെഞ്ച് റിവൈവ് ചെയ്തത് നിയമ പോരാട്ടം ഗവൺമെന്റ് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ്. എന്നിരുന്നാലും ചില പരാമർശങ്ങൾ ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുണ്ട്. അത് നീക്കം ചെയ്യാനാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിൽ കേസിന് അഡ്മിഷൻ കിട്ടിയില്ല. ലോക്കൽ പോലീസിനെതിരെ നടത്തിയ CPM നേതാവിന്റെ മൊഴി വേദവാക്യമാക്കിക്കൊണ്ടാണോ അന്വേഷണം നടത്തിയത് എന്ന പരാമർശമാണല്ലോ ഹൈക്കോടതി നടത്തിയത്. ഇനി നിങ്ങൾ ഈ പാർട്ടി നേതാക്കളുടെ ഇതിലെ പങ്കിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളമുണ്ട് എന്ന് വിശദീകരിക്കാനാണല്ലോ അരുൺ ശ്രമിക്കുന്നത്. നിങ്ങൾ ഏത് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ഏത് കൊലക്കേസാണ് സമ്മതിച്ചു തന്നിട്ടുള്ളത്? നോക്കൂ, 2012 ഫെബ്രുവരി 20 അരിയിൽ ഷുക്കൂർ വധം നടന്നു. തങ്ങളെ പ്രതിചേർത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് P. ജയരാജനും TV. രാജേഷും നൽകിയ ഹർജി കോടതി തള്ളിയത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ വധം. CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC രാമേന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, മറ്റൊരു ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബസു. ഇതിൽ അവസാനത്തെ 2 പേർക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അപ്പോൾ വിവിധ കേസുകളിൽ പാർട്ടി നേതാക്കൾ ഉൾപ്പെടുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും CPM ആസൂത്രണം ചെയ്തിട്ട് ഒരു കൊലയും നടന്നിട്ടില്ല എന്ന പാർട്ടി ആവർത്തിച്ച് പറയുമ്പോൾ ഇതാര് വിശ്വസിക്കും അരുൺ? അല്ല, ഇന്ന് ഈ CBI കോടതിയുടെ വിധി വന്ന്
24 പേരിൽ 10 പേരെ അങ്ങ് നിഷ്കരണം, 6 കൊല്ലം ജയിലിൽ കിടന്നവരെയാണ് അങ്ങ് അക്യൂറ്റഡ് എന്ന് പറഞ്ഞ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത്. പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. 6 കൊല്ലമായി ജയിലിൽ കിടന്നവർ ഒരു കുറ്റം ചെയ്തിട്ടെന്ന് പറഞ്ഞ് 10 പേരെ വിട്ടു. ബാക്കി 14 പേരിൽ 4 പേർ ഏറ്റവും ചെറിയ കുറ്റമാണ് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് അപ്പം തന്നെ ജാമ്യം കൊടുത്തു. ലോക്കൽ പോലീസ് കണ്ടെത്തിയ, ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽപ്പെട്ടവരെ ഭൂരിഭാഗം പേരെയും ശിക്ഷിക്കുന്നു. ഇവിടെ CBI കൂട്ടിലടച്ച തത്ത നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണോ വിജയിച്ചത്, അതോ ലോക്കൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണോ വിജയിച്ചത്? ഈ ലോക്കൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഏത് ഗവൺമെന്റാണ് നടത്തിയേ? ആരായിരുന്നു മുഖ്യമന്ത്രി, ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? ഇതെല്ലാം നമുക്ക് തള്ളിക്കളയാൻ കഴിയോ? അതിശക്തമായിട്ട് അന്വേഷണം നടത്തി സമയബന്ധിതമായി നടത്തിയ കുറ്റപത്രം, ആ കുറ്റപത്രത്തെ കുറിച്ച് സിംഗിൾ ജഡ്ജ് നടത്തിയ പരാമർശം നിങ്ങൾക്കിപ്പോ വേദവാക്യ. ആ സിംഗിൾ ജഡ്ജ് നടത്തിയ പരാമർശം റദ്ദാക്കി കുറ്റപത്രം പുനഃസ്ഥാപിച്ചത് ഡിവിഷൻ ബെഞ്ച്. അല്ല, ഞാൻ പറയട്ടെ, ആ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ജഡ്ജ് ഈ വിധിന്യായത്തിൽ പറഞ്ഞ പരാമർശങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെട്ടു. ആ റദ്ദാക്കിപ്പെട്ടിട്ടാണ് കുറ്റപത്രത്തെ റിവൈവ് ചെയ്തത്. റിവൈവ് ചെയ്ത ജഡ്ജ്മെന്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, മറിച്ച് സിംഗിൾ ജഡ്ജ് പറഞ്ഞ വാചകം ഇപ്പോഴും നമ്മൾ എടുത്ത് കോട്ട് ചെയ്യുകയാണ്. എത്ര കോട്ട് ചെയ്താലും ഈ കേസിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊണ്ടല്ലേ, CBI നടത്തിയിട്ടല്ലോ, ലോക്കൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷനെ ശരിവെച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ശിക്ഷ വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ ലോക്കൽ പോലീസിന്റെ അഭിമാനം സംരക്ഷിച്ചിരിക്കുന്നു എന്നതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ അല്ലേ? ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അല്ല, ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ്. വേഗം പറയൂ. അതായത് അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പൊ 1 മാസം മുമ്പ് ഷിബിൻ കൊലക്കേസിന്റെ, തൃണയൂർ ഷിബിന്റെ സെഷൻസ് കോടതി മുഴുവൻ വെറുതെ വിട്ടതാ. ഹൈക്കോടതി 7 ലീഗ് പ്രവർത്തകരെ ശിക്ഷിക്കുന്ന, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഈ 30 കൊല്ലം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിൽ പാവപ്പെട്ട CPM പ്രവർത്തകരെ ശിക്ഷിച്ച കേസ്, അതിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഫുൾ മെറ്റീരിയൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.